ഹലോ ഗായ്സ്, ഇസ് മീ മിസ്റ്റർ ഗോഡ് ഓഫ് ഡിമൺ. അപ്പം നമ്മളിന്ന് കളിക്കുന്ന സെർവറിൻ്റെ പേരാണ് 2B2G സെർവറാണ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു സെർവറിൽ ഇപ്പോൾ ഫുൾ സെറ്റ് നെതറൈറ്റ് ആർമറാണ്. ബട്ട് എനിക്ക് ഇതുവരെയായിട്ടും സെർവറിൽ ബേസ് ഇല്ല. ഈ ഒരു സെർവർ പബ്ലിക്കും കൂടെയാണ്. കളിക്കാൻ താല്പര്യമുള്ളവർക്ക് കയറി പോയി ചെക്കൗട്ട് ചെയ്യാം. എല്ലാവരും ഫോൺ തിരിച്ച് വെച്ചോളി. ഓക്കെ, ഇപ്പം ഞാൻ ഫുൾ സെറ്റ് നെതറൈറ്റ് ആർമറാണ് എന്ന് പറയാം. ഞാൻ ഇപ്പോൾ ബേസ് കെട്ടിട്ടില്ല, ബേസ് കെട്ടണം. ബേസ് കെട്ടുന്ന വീഡിയോ ഇപ്പോൾ കാണിക്കുന്നില്ല. വൈ എന്താ വെച്ചാൽ എപ്പോഴാണ് ഈ സെർവർ കളിക്കാൻ ഞാൻ അത് ഞാൻ വെറുതെ ഉണ്ടാക്കുന്ന കൂടെ ആയതുകൊണ്ട് എനിക്ക് ചെയ്യുന്നില്ല. ഞാൻ പെട്ടെന്ന് എഴുതി പ്ലെയറോ അല്ല ആയിരിക്കുന്നു. ഗൈസ് ബോ ഇരിക്കുന്നുണ്ട് ഇവിടെ. എന്തായാലും ഏതോ ഒരു അമ്പോളി ചത്തയായിരിക്കും. നല്ലൊരു പ്ലേസ് കണ്ടുപിടിക്കണം. കോർഡിനേറ്റ്സ് നോക്കട്ടെ. ഓ മൈ ഗോഡ്, ഇപ്പം നല്ല ബ്ലോക്ക് അപ്പുറത്താണ് ഞാനുള്ളത്. ഓ ഓക്കെ, ജംഗിൾ ബയോമിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ഇപ്പം നല്ല ഈ സെർവറിൻ്റെ എന്താണ് ഇതറിയാലോ നിങ്ങൾക്ക്, സ്പോൺ ഏരിയ അറിയാലോ. കഷ്ടപ്പെട്ട് ഞാൻ രക്ഷപ്പെട്ടാണ് ഇപ്പം നിൽക്കുന്നത്. ഞാനൊരു പീസ്ഫുൾ വൈബിലാണ് സെർവർ കളിക്കുന്നത്. ബോൺ പക്ഷെ വരും ഏതെങ്കിലും പെറ്റിനെ ടീം ചെയ്യാൻ പക്ഷെ വരും. ഫോറസ്റ്റിൻ്റെ എവിടെയെങ്കിലും മുക്കിലോ മൂലയിലോ ബേസൊക്കെ ഇവിടെ നടക്കൂല. നമുക്കൊരു 10 ഞാൻ ഇവിടെ നിന്ന് ബേസ് നോക്കില്ല. നല്ല ദൂരെ പോകും. ഞാൻ ഇന്ന് എനിക്കൊരു ലക്കി ഡേ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇന്നാണ് ഞാൻ എസ്കേപ്പ് ചെയ്യുന്നത് ഈ സെർവറിൻ്റെ സ്പോണിൽ നിന്ന്. ഇന്നലെയാണ് ഇന്നലെയാണ് കളിക്കാൻ തുടങ്ങിയത്. ഗൈസ് അവിടെ എന്തോ നിൽപ്പുണ്ട്. ഈ എൻട്ര ചെസ്റ്റ് എൻട്ര ചെസ്റ്റ് നമുക്ക് ഓക്കെ നല്ലൊരു പ്ലേസ് വേണം. ബട്ട് ഐ ഹാവ് നോ ഗോട്ട് ഗുഡ് പ്ലേസ്. എന്താ സാധനം ഉണ്ടോ അവിടെ? വാട്ട് ഈസ് ദാറ്റ്? ഓ ഷേ ബ്രോ, പണി കിട്ടി ചെറുതായിട്ടൊരു പണി. ഇതേമാതിരി ഇടയ്ക്കൊക്കെ കിട്ടും. ഗൈസ് ഇതാണ് ഏറ്റവും വലിയ വിച്ചോ. തള്ളനൊന്നും പോയി രക്ഷിച്ചേക്ക്. വാ ഗൈസ് എനിക്ക് ഫുൾ ഈ ഒരു വാ തുറക്കാൻ സമ്മതിച്ചിട്ടില്ല മാലർമാർ. എനിക്ക് എങ്ങനെ ഫുൾ സ്റ്റാക്ക് നെതറൈറ്റ് ആർമർ ഫുൾ സെറ്റ് നെതറൈറ്റ് ആർമർ ടൂൾസ് കിട്ടിയെന്ന് വെച്ചാൽ എനിക്കൊരു പ്ലെയർ തന്നത്. ഗൈസ് അവിടെ മണ്ടയിൽ കണ്ടോ? കയറി നോക്കിയാലോ? പണി കിട്ടി. പിന്നെ ഈ ചങ്ക് ലോഡാവൂല ഇടയ്ക്കൊന്നും. ബെഡ്റോക്കും ഇത് 15 വർഷം പഴക്കമുള്ള സെർവറാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം.
ഈ ഒരു സെർവറിന് ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 15 ഇയേഴ്സ് ഓൾഡാണ് ഈ സെർവർ. ഈ സെർവറിൻ്റെ സ്പോൺ നിങ്ങൾക്ക് കാണുന്നു. സെർവറിൻ്റെ സ്പോൺ കാണണമെങ്കിൽ കയറി കളിച്ചാൽ മതി. ഇപ്പോൾ കണ്ടോ ഇവിടെ? ഇവിടെ ഒരു ബേസ് ഉണ്ടാകുന്നതാ തോന്നില്ലേ? കണ്ടോ? ബട്ട് അത്ര ഉറപ്പ് കൊടുക്കാൻ പറ്റൂല ഇവിടെ ബേസ് ഉണ്ടാകുന്നു. എനിക്ക് ഈ സാധനം ഇവിടെ ഒരു പ്ലെയർ ഉണ്ടാകുന്നു. ഏതോ പ്ലെയർ പോയിട്ടുണ്ടാകുന്നു. 100 നോക്കാം. കണ്ടോ? പ്രൂഫ് ഉണ്ട്. ഈ വേൾഡ് ജനറേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ ഒരു ബോട്ടിൽ കാണും പറ്റുന്നുണ്ട്. എനിക്കൊരു കാർ കഴപ്പും കൊണ്ട് എലേട്ര പുറത്ത്. കഴപ്പ് ചാവെന്ന് കരുതി. Wait a minute. ഓക്കെ, ഞാൻ ഇവിടെ സ്പോൺ സെറ്റ് ചെയ്ത് പറന്നു ഗൈസ്. ഞാനിപ്പോൾ പറന്നു. ഞാനിപ്പോൾ പറന്നു ഗൈസ്. ഈ സെർവറിൽ ഏറ്റവും റെയർ ആയിട്ടുള്ളൊരു സാധനമാണ് ഞാൻ ഇപ്പോൾ വെച്ച് എൻ്റെ കയ്യിൽ. ഈ സെർവറിൽ ഏറ്റവും റെയർ ആയിട്ടുള്ളൊരു സാധനമാണ് ഇത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ കയ്യിലിരിക്കുന്നത് എലേട്ര ടെറാക്കോട്ട. ഈ ഭ്രാന്താവും ഇടയ്ക്കൊക്കെ. ഞാൻ ഇന്നലെയാണ് കളി തുടങ്ങിയത്. ബേട്ടൊക്കെ പാരെടുക്കട്ടെ. ലാഗ് എനിക്ക് ഫുൾ പിങ്ങാണ് ഈ സെർവറിൽ. ബട്ട് ദിസ് ഈസ് എ പ്രോബ്ലം. തൊട്ടാ വറക്കും. തൊട്ടാ ഊഫും. manto. മണ്ടൻ എലേറ്റർ ഇടാതെ പറക്കുന്ന മണ്ടൻ. ഈ മണ്ടൻ എലേറ്റർ ഇടാതെ പറക്കുക മണ്ട ശിരോമണി. ഇടയ്ക്ക് ഞാൻ എന്നെ തന്നെ വിളിക്കും. പോയ ഞാനിപ്പോൾ വെയിറ്റ് എ മിനിറ്റ്, നമുക്ക് ബേസ് പണിയണം. ഗൈസ്, ഞാൻ ഈ സെർവറിൽ ഇതുവരെയായിട്ടും ഷുഗർ ഗ്യാങ് കണ്ടുപിടിച്ചിട്ടില്ല. നാണക്കേടല്ലേ? നാണക്കേടായിപ്പോൾ. ഈ ഫ്രോസ്റ്റാഗൻ ഇട്ടുള്ള പണിയാണിത്. ബൂട്ടിന് എവിടെയെങ്കിലുമൊക്കെ ബട്ട് ഇടയ്ക്കൊക്കെ ഉപകാരങ്ങളുണ്ട്. ബട്ട് ഇടയ്ക്കൊക്കെ പണിയും കിട്ടും. എനിക്കൊരു ജംഗിൾ എങ്ക പത്താലും നീ എന്തും മണ്ടത്തിലാണ് മിസ്റ്റർ കാണിക്കുന്നത്. നല്ലൊരു എൻ്റെ കോർഡിനേറ്റ്സ് നോക്കട്ടെ. അപ്പോൾ നമ്മൾ കുറച്ച് ബ്ലോക്സ് പോയി. ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വെച്ചാലോ?
ഗൈസ് ഒബ്സിഡിയൻ വെറുതെ ഓക്കെ. പക്ഷെ അത് ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. മഷ്റൂം മഷ്റൂം വിച്ച് ഇതിപ്പോൾ എവിടെ എല്ലാ ഭാഗത്തും ഇത് വിച്ച് ഉണ്ടല്ലോ. ഇവിടെ എന്തൊക്കെ വട്ട് ദ ഹെൽപ്പ്. ഞാൻ ഇപ്പോൾ എവിടെ ബേസ് വെക്കുന്നത് എനിക്കറിയാത്ത. പെർമനന്റ് ബേസ് അല്ല, ഒരു തട്ടിക്കുട്ട്. തട്ടിക്കുട്ട് ആയാലും മതി ഇപ്പോൾ തൽക്കാലത്തേക്ക്. ആ ബേസ് മതിയാവുമായിരിക്കും. തട്ടിക്കൂട്ടിന് വേണ്ടി ഇവിടെ ഒരു കാര്യം ചെയ്യാൻ മറന്നുപോയി. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കട്ടെ. ഒരു പ്ലാൻ ഉണ്ട്, നിങ്ങൾ നോക്ക്. ഒരു പണി ഇട്ടിട്ടുണ്ട്. ഷീറ്റ്, ഞാൻ സിൽ ടച്ചിൻ്റെ ഇതാ പിക്ക് എടുത്തേക്കുന്നത്. സിൽ ടച്ചിൻ്റെ പിക്കാക്സ് ഇപ്പം വെച്ചേക്കുന്നത്. ഗൈസ് സിൽ ടച്ചിൻ്റെ പിക്കാക്സ് കാര്യം ഓക്കെ. ഇനി നമ്മൾ ഇൻവെൻട്രി കയറുക. ഇത് വേണ്ട. ഇതാണ് നമുക്ക് അറിഞ്ഞാൽ പിന്നെ ഫുള്ള് പോകുമ്പോൾ എലക്ട്ര.
ഇപ്പം എല്ലാം അവിടെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ചിലപ്പോൾ എല്ലാവരും കൂടെ സ്കോഡായിട്ട് വന്ന് അടിക്കും. അപ്പം വേടമ്മേ എന്നിട്ട് മണ്ടേ കയറുക. ഇപ്പോൾ ഒരു ഐസ് പാത്തായി. എന്താ വെച്ചാൽ വെയിലില്ലാത്തതും കൊണ്ട് ഇതെന്തോ ബിൽഡാണ്. ബട്ട് ഇത് ബിൽഡിങ്ങിനാ ഇത് ചിലപ്പം ഇതൊരു ശരിക്കും ഒരു ബേസ് ആവും. ചിലപ്പോൾ പണ്ടത്തെ പ്ലേസ് ഉണ്ടാക്കിയതായിരിക്കും. എൻഡർമാൻ ബേസ്. പേടിയാണ് നോക്കാൻ. ഒന്നുമില്ല, വെറുതെ. അയ്യോ, ഞാനിപ്പോൾ ഇവിടെ കയറിക്കുകയാണ്. അപ്പം ഗസ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം എൻ്റെ കൂടെ കളിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ പോർട്ടൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പോയി ചെക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പോർട്ടും എല്ലാം കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നമുക്ക് നാളെ കാണാം ഗൈസ്.